Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റെഗുലേഷൻസ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ കൊടുക്കുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ 4th-ൻ്റെയും 6th-ൻ്റെയും ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാം താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബിസിനസ് റെഗുലേഷൻസിൽ പാർട്ട് എയിൽ ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. അതും ഡിറക്റ്റ് ചോദ്യങ്ങൾ. ഒരുപാട് ടേംസ് നമുക്കറിയാം ഈ പറയുന്ന സബ്ജക്റ്റിൽ. ആ ടേമുകളൊക്കെ റിപ്പീറ്റായിട്ട് മാറി മാറി വരാറുള്ളതാണ്. സോ നിർബന്ധമായും ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. സോ ആദ്യം തന്നെ ബിസിനസ് ലോ എന്താണ്, ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഡിഫൈൻ കോൺട്രാക്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കോൺട്രാക്ട് എന്താണ് എന്നുള്ളത് അതൊക്കെ ബേസിക് ചോദ്യങ്ങളും സിമ്പിൾ ചോദ്യങ്ങളുമാണ്. ഡിഫൈൻ കോൺട്രാക്ട്. അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. 2 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്. ഓക്കെ, സോ കോൺട്രാക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അതിലൊരെണ്ണമാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിലാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്താണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മിക്ക പേപ്പറിലും സെക്കൻഡ് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരാറുണ്ട്. അതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്, അതല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണ്. ഈ പറയുന്ന ഗ്യാരണ്ടിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം അതും എടുത്ത് ചോദിക്കാറുണ്ട്. ഗ്യാരണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം അത് വരുന്നത് സ്പെസിഫിക് ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, നോക്കിയാൽ അറിയാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുള്ളതാണ്, നിർബന്ധമായും അതും നോക്കി വയ്ക്കുക. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. ഹൂ ഈസ് ആൻ ഏലിയൻ എനിമി വന്നിട്ടുള്ളതാണ്. ഹൂ ഈസ് ആൻ ഏലിയൻ എനിമി മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്സിൽ കണ്ടുവന്നിട്ടുള്ളതാണ് LLP എഗ്രിമെൻറ്റിനെ പറ്റിയിട്ട്. അത് മിക്ക പേപ്പറിലും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇടാൻ ഈ ഒരു ചോദ്യമുള്ളൂ. സോ ഇത് വരാറുണ്ട്. LLP എഗ്രിമെൻ്റ് എന്താണെന്നുള്ളത് കേട്ടോ. LLP എഗ്രിമെൻറ്റ് ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും അതും നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഏറ്റവും ബേസിക് ചോദ്യം, ഓഫർ എന്താണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫറിൽ ഏതെങ്കിലും ഒരെണ്ണം. ഒരുപാടുണ്ടല്ലോ, ഇപ്പോൾ ക്രോസ് ഓഫർ, ഞാൻ അല്ലാതെ എഴുതുന്നില്ല.
അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്, നിർബന്ധമായും നോക്കുക. അതുപോലെ തന്നെ എഗ്രിമെൻ്റ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യത്തിലെ മറ്റൊന്ന്. അതുപോലെ തന്നെ കൺസിഡറേഷൻ എന്താണ്, കൺസിഡറേഷൻ ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റാണ്. ഈ കൺസിഡറേഷൻ്റെ കൂടെ തന്നെ ഒരെണ്ണം കൂടിയും പറയാനുണ്ട്, പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്താണ്. ഓക്കെ, അപ്പോൾ ഓഫർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫർ നിർബന്ധമായി നോക്കിയിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫറിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം. എഗ്രിമെൻ്റ് എന്താണ്, കൺസിഡറേഷൻ എന്താണ്, അതുപോലെ തന്നെ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളിൽ ഉള്ളതാണ് കേട്ടോ. റിവോക്കേഷൻ എന്താണ്, റിവോക്കേഷൻ നോക്കേണ്ട ഒരു ചോദ്യമാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഏജൻറ്റ് മിക്ക പേപ്പറിലും വരാറുള്ളൊരു ചോദ്യമാണ്. ഏജൻറ്റ് ആരാണ്, അതുപോലെ തന്നെ സബ് ഏജൻറ്റ്, ഏജൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റ് എന്നൊക്കെ വരാറുണ്ട്, നിർബന്ധമായും പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ സജഷനിൽ നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ വെയ്വർ, വാട്ട് ഡു യു മീൻ ബൈ വെയ്വർ നിർബന്ധമായി നോക്കണം. ദെൻ എല്ലാ പേപ്പറിലും ചിലപ്പോൾ മാറി മാറി വരാറുള്ളൊരു ചോദ്യമാണ് ബെയിൽമെൻറ്റിനെ പറ്റിയിട്ട്. ബെയിൽമെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. അതിലേതെങ്കിലും ഈ പറയുന്ന ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണാൻ സാധിക്കും. ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ് അത് എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അതിൽ ബെയിലർ ആരാണ്, ബെയിലി ആരാണ്, അതും ചോദിക്കാറുണ്ട്. ഹു ഈസ് എ ബെയിലർ, ബെയിലി ഇതൊക്കെ ആരാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നതാണ് പോണർ ആരാണ്, പൂണി ആരാണ്, പോണർ ആരാണ്, പൂണി ആരാണ് എന്ന് വെച്ചാൽ പ്ലഡ്ജിനെ റിലേറ്റ് ചെയ്തിട്ട്, പ്ലഡ്ജിനെ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിർബന്ധമായി ഞാൻ ഈ പറയാൻ പോകുന്നത് പഠിക്കണം, കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, വരുന്ന ഇതൊക്കെയാണ്. കൊഹേഷൻ എന്താണ്, കൊഹേഷൻ വരാറുള്ളതാണ്. അതിൻ്റെ ഇഫക്റ്റ് ചില സമയത്ത് എടുത്ത് ചോദിക്കാറുണ്ട് കൊഹേഷൻ്റെ. അതുപോലെ തന്നെ കൺസെൻറ്റ്, അതിൽ ഫ്രീ കൺസെൻറ്റ് നിർബന്ധമായും പഠിക്കണം. ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഫ്രീ കൺസെൻറ്റിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം വരും. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, റിപ്പീറ്റാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ ഞാൻ വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. മിസ് റെപ്രസെൻറ്റേഷൻ എന്താണ്, മിസ് റെപ്രസെൻറ്റേഷൻ എന്താണ്, അതുപോലെ തന്നെ മിസ്റ്റേക്ക് എന്താണ്. ഈ മിസ്റ്റേക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചോദിക്കാറുണ്ട്, അതുകൂടിയും പറയാം. ഇപ്പോൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, ബൈലാറ്ററൽ, യൂണിലാറ്ററൽ അങ്ങനെയും എടുത്ത് ചോദിക്കാറുണ്ട്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റാണ്. കൊഹേഷൻ, ഫ്രീ കൺസെൻറ്റ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ, ഷുവറായിട്ട് പഠിക്കണം. ദ നെക്സ്റ്റ് റിപ്പീറ്റ് ചോദ്യമാണ് വാറണ്ടി ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ്, കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ്, ഇതൊക്കെ മിക്ക പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. റിപ്പീറ്റാണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. വാറണ്ടി. ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നതാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുള്ള വോയിഡ് എഗ്രിമെൻ്റ് എന്താണ്, വോയിഡ് എഗ്രിമെൻ്റ്. അതുപോലെ തന്നെ വോയിഡബിൾ കോൺട്രാക്റ്റ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ വരാറുണ്ട്. വോയിഡബിൾ കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, നിർബന്ധമായും നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് സജഷൻ, വെയ്ജർ.
എന്താണ്, വാട്ട് ഈസ് വേജർ, അതുപോലെ തന്നെ വേജറിങ് എഗ്രിമെൻറ്റ്, വേജറിങ് എഗ്രിമെൻറ്റ് എന്താണ് നോക്കിയിരിക്കണം, കണ്ടിട്ടുള്ളതാണ്. ഇതിനൊരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ഈ പറയുന്ന ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം, ലാപ്സ് ഓഫ് ടൈം എന്താണ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ റിപ്പീറ്റ് ചോദ്യം 2 വർഷത്തെ പേപ്പറിലുള്ളതാണ്. ക്വാണ്ടം മെറിറ്റ് എന്താണ്, നിർബന്ധമായി നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു, അൺപെയ്ഡ് സെല്ലർ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഹൂ ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ, ഹൂ ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഓക്കെ, അപ്പോൾ ഒരുപാട് സജഷൻസ് ഇനിയും നൽകാൻ നമുക്കുണ്ട്, വലിയൊരു സബ്ജക്റ്റാണ്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് 2 മാർക്കിൻ്റെയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും 15 എണ്ണം. നമ്പർ 1 ബിസിനസ് ലോ, കോൺട്രാക്ട് എന്താണ്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, അതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്താണ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാരണ്ടിയിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്, ഏലിയൻ എനിമി ആരാണ്, LLP എഗ്രിമെൻറ്റ്, ഓഫർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫറിൽ ഏതെങ്കിലും ഒരെണ്ണം, എഗ്രിമെൻ്റ് എന്താണ്, കൺസിഡറേഷൻ എന്താണ്, പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ, റിവോക്കേഷൻ, ഏജൻ്റ് ആരാണ്, സബ് ഏജൻറ്റ്, വെയ്വർ, വടി മീൻ ബൈ വെയ്വർ, ബെയിൽമെൻ്റ് എന്താണ്, അതിൽ തന്നെ ഗ്രാറ്റുവിറ്റീസ് എടുത്ത് ചോദിക്കാറുണ്ട്, ബെയിലർ ആരാണ്, ബെയിലി ആരാണ്, പോണർ, പോണി, പ്ലഡ്ജ്, കൊയേഷൻ എന്താണ്, അതിൻ്റെ ഇഫക്റ്റ്, ഫ്രീ കൺസെൻറ്റ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ്, മിസ്റ്റേക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്കിൽ ഏതെങ്കിലും ഒരെണ്ണം, യൂണിലാറ്ററൽ ബൈലാറ്ററൽ അതിൽ ഏതെങ്കിലും, വാറണ്ടി ഇൻ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ്, വോയിഡ് എഗ്രിമെൻ്റ് എന്താണ്, വോയിഡബിൾ, വോയിഡ് കോൺട്രാക്ട്, വെയ്ജറിങ് എഗ്രിമെൻ്റ് എന്താണ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം, ക്വാണ്ടം മെറിറ്റ് എന്താണ്, അൺപെയ്ഡ് സെല്ലർ ആരാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ഇതാണ് എണ്ണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. ആൻഡ് ഫൈനലി ഓക്കെ, ഇത് അപ്പോൾ ഒരുപാട് സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു വീഡിയോയിൽ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.